പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഏജ് ഓവറാകാൻ പോകുന്നവരെ, വിവാഹത്തിന് ഏജ് ഓവറായിരിക്കുന്നവരുണ്ട്, 39, 40, 45 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. അവരിവിടെ വിവാഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ പാനൽത്താരയിൽ ഓർക്കുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുള്ളവർ, വസ്തുവിൽക്കപ്പെടാത്തവർ, വസ്തുവില്ല, വീടുമില്ല, സ്ഥലവുമില്ലാത്തവർ, പോയി രക്ഷപ്പെടാൻ വേണ്ടി മക്കളും ഇല്ലാത്തവരുണ്ട്. ചിലക്കൊക്കെ മക്കളുണ്ട്, അവർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ചിലക്ക് അതുപോലും ഇല്ലാത്ത, പ്രതീക്ഷയില്ലാത്തവരുണ്ട്. ദൈവമാണ് അവരുടെ പ്രതീക്ഷ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ, ഗതി പിടിക്കാൻ ഒരു പ്രതീക്ഷ ബുക്ക് പോലും വകയില്ലാത്തവരുണ്ട്. എബ്രാഹാം പോലും കർത്താവെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനായിരുന്നു. അതുപോലെ ഒരു പ്രതീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണെന്നുള്ള ബോധ്യം പരിശുദ്ധയുടെ മാധ്യസ്ഥ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രയാസമിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർ, ഉദ്യോഗം ഗവൺമെൻറ് അക്കഡ് പാസ്സാക്കാത്തവർ, അങ്ങനെ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, കോടതി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ മേഖലകളിലും കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ആരാധന 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 കർത്താവേ, സ്തുതി കർത്താവേ. നമുക്ക് മുട്ടുകുത്താം. കരങ്ങൾ കുപ്പി ഉടമ്പടി ധ്യാനത്തിലൂടെ ഇന്നേ ദിനം പരിശുദ്ധമ്മ ഈശോനാഥൻ നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സന്ദേശങ്ങളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഉടമ്പടി ജീവിതം ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രയറാണെന്ന് ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് സൂചിപ്പിച്ചു. നമ്മുടെ മെറിറ്റുകളൊക്കെ ഇല്ലാതാകുമ്പോൾ, ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയിച്ചും ദൈവത്തെ അറിയുന്നവരെ അതിൽ ആഴപ്പെടുത്തിയും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ തയ്യാറാകുമ്പോൾ, ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സൗഖ്യപ്പെടുത്തുന്ന, നിത്യം സഹായിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്താൽ, സ്പർശനത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന അച്ഛൻ്റെ സന്ദേശത്തിലൂടെ, ധ്യാനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നിട്ടും, പ്രായത്തിൻ്റെ കുറവ്, വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ച, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ കുറവുകൾ പറയുവാൻ ഏറെ ഉണ്ടായിരുന്നിട്ടും, ഉടമ്പടി തൈലം ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസപൂർവം കുരിശടയാളം വരച്ച്
നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ആ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ മറ്റുള്ളവർ തനിക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന വിസയ്ക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നു ഉറച്ചു വിശ്വസിച്ച് പ്രിൻസി ഇത് സമർപ്പിക്കുക, പ്രായമേറിയെങ്കിലും ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ഏജൻസിയോട് പറയുന്നതും മകൾക്കത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടി അനുഗ്രഹിക്കപ്പെടുന്നതിനെയും നാം ഇന്ന് സവിസ്തരം ഉടമ്പടിയുടെ ഓരോ മേഖലകളിലൂടെയും കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ, ജീവിത പ്രതിസന്ധികളെ, കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെ, തകർച്ചകളെ, പരീക്ഷയിലെ പരാജയങ്ങളെ, വിശ്വാസ ഓരോന്നും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നവസൃഷ്ടിയായി, വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയായി എന്നെ തന്നെ ഞാൻ വളർത്തുകയും നയിക്കുകയും ചെയ്യുമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വാക്കുകൊടുക്കാം. 40 വർഷത്തിലേറെ ഒരു വഴിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ ഏറെ ക്ലേശിച്ച മകൻ ഷിബിൻ ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ മണ്ണിൽ വിതറുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വസ്തുവിൻ്റെ ഉടമ അവിടമെത്തി അവിടുന്ന് വഴി കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന സാക്ഷ്യം ആ മകൻ്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന്, എത്ര ചോദിച്ചിട്ടും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ മേഖലകളെയും ഈശ്വര ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. രക്ഷിക്കുവാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കണ്ണീര് അവിടുന്ന് ഉപ്പണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിഷയങ്ങളെയും അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കരം ഉയർത്തി സ്വരം ഉയർത്തി ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ കരുണയായിരിക്കണമേ. ഈ ധ്യാനം കൂടി പങ്കുചേരുന്ന മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ജീവിത വിഷയങ്ങളുടെ മേൽ തീരുമാനം നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന മഹത്വം 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 മഹത്വം. പരിഗണിക്കാത്തിടത്ത് വെച്ച്, നമ്മളെ ദൈവതിരുസന്നിധിയിൽ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെ നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേര് നമുക്ക് നൊമ്പരം തോന്നാത്തിടത്ത് വെച്ച് ആണ് എളിമ ആരംഭിക്കണത്. എളിമയെന്ന് പറഞ്ഞ് ജലദോഷം പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയിൽ വന്നിരിക്കുന്ന വിഷയം നമ്മൾ നെഗളത്തിന് എളിമ എന്ന് പറയും, അല്ലേ? നെഗളം അഹങ്കാരത്തിന് എളിമ എന്ന് പറയും. പക്ഷേ എളിമ എന്ന് പറയണ എന്താണ്? അത് കൃപ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രമാണ്. ഏതെങ്കിലും കാരണവശാലും നിന്നെ തള്ളിക്കളയുക, നിന്നെ ഓഫീസിൽ നിന്ന് തള്ളിക്കളയുക, ഇൻ്റർവ്യൂവിന് ഔട്ടാക്കുക എന്നിട്ട് നിങ്ങൾ പറയത്തില്ലേ, എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെയാണ് അവരെടുത്തത്, എന്നെ എടുത്തില്ല എന്ന് പറയും. എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെടുത്ത് എന്നെ എടുത്തില്ല, അപ്പോൾ അവരെന്നോടെന്തോ അനീതി കാണിച്ചു എന്നാണ്.
എൻ്റെ ദൈവവേദന നിങ്ങൾക്ക് പരിചയവും ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരും നിങ്ങളോട് എന്ത് കാണിച്ചു എന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. എന്താ കാര്യം? നിങ്ങളോട് നീതി കാണിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവൻ. അവൻ നിന്നെ ഫോർസേക്ക് ചെയ്യാത്തടത്തോളം, നിന്നെ അവഗണിക്കാത്തടത്തോളം കാലം നീ നട്ടലോടുകൂടി നിൽക്കണം. അവൻ നിന്നെ എന്താ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഉള്ളുപദേശം കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾക്ക് ഉള്ളുപദേശം കിട്ടണില്ലെങ്കിൽ നിങ്ങൾ യു ആർ സീസ് ടു എക്സിസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യൻ നിലയിൽ നിങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഉള്ളുദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾക്ക് ഇടറവോ ഒരു പരാജയമോ സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീ വലത്തോട്ട് എത്ര വചനം 30:21 വായിച്ചോളൂ. ഉള്ളുദ്ദേശം പറഞ്ഞോളൂ. ഏഷ്യ 30:21 എന്താ പറയണത്? നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ഉള്ളിൽ നിന്ന് ഉള്ള് ഉപദേശം എന്നും പറഞ്ഞ് ഒരു ആധ്യാത്മികമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ. കാര്യം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്ത ആ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാർ അവോയ്ഡ് ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഫേസ്യസ് 4:30, 1 തെസ്സലോനിയർ 5:19 എന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ. എഫേസ്യസ് 4:30 പറഞ്ഞോളൂ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഈ ഉള്ളുപദേശം കിട്ടാത്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കുന്നത്? നിങ്ങൾ വേറെ അരൂപിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണത് കൊണ്ടാണ്. ദുഷ്ടാരൂപി, മനുഷ്യാരൂപിക്കൊക്കെ അല്ലേ? അതായത് വിനയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിലാണ്. നിങ്ങളൊരു മത്സരത്തിലാണെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ്, ദൈവാരൂപിയല്ല, പരിശുദ്ധാരൂപിയാണ്. കാര്യം ദൈവത്തെ നഷ്ടപ്പെടാതിരുന്ന കാലം വേറെ ബന്ധമോ സ്വന്തമോ എന്ത് നഷ്ടപ്പെട്ട എന്നാ? അവളെന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായി, സാരമില്ല. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർ സ്ഥിരം നിങ്ങളെ ഫോൺ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ പോക്ക് സ്ത്രീയാണെന്ന് പറയാം, അല്ലെ പുരുഷനാണ്. എന്താ കാര്യം? മനുഷ്യന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു ദൈവത്തെക്കാൾ ഉപരി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു മസ്റ്റ് വീപ്പ്. എന്താ കാര്യം? അപ്പം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവദർശനത്തിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവം ചെയ്യണൊരു കാര്യം ഒരു ത്രെഡ് ഇട്ടേക്കും. എന്താണ്? തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പാപാവസ്ഥയൊക്കെ വരുമല്ലോ, മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, ചിലപ്പോൾ അറിഞ്ഞു വരും, അറിയാതെ വരും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞ് വന്നിട്ടും നിങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണ്. നിങ്ങൾക്കത് ഒന്നുമേ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഡിപ്രൈവ്ഡ്, നിങ്ങൾ പുറത്താക്കപ്പെട്ടവളാണ്.
പുറത്താക്കപ്പെട്ടവനാണ്. ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈശോയെ, ഞാൻ പാപാവസ്ഥയിലാണെങ്കിൽ അങ്ങ് എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിരാശയിലാണെങ്കിൽ, എനിക്ക് ആ കാര്യത്തില് ദുഃഖമുണ്ടെങ്കിൽ ഈശോ എന്നെ പുനഃക്രമീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പുനഃപ്രതിഷ്ഠിക്കണമേ. അതെന്താ മക്കളെ, എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ദൈവം ഒരേ സമയം തന്നെ ആരാണ്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്. കാരണം ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും ഞാൻ ആൾക്കാർക്ക് കിട്ടുന്നത് ഈ ധ്യാനത്തിൽ നില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് എന്നോട് ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉടമ്പടി ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് എന്താ പറഞ്ഞത്? ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS ജയിക്കുകയോ PR കിട്ടുകയോ പ്രൊമോഷൻ കിട്ടുകയോ വസ്തു വിൽക്കുകയോ ഇതൊന്നുമേ അല്ല. ഇതെല്ലാം ഇഫക്റ്റാണ്. കോസ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന വഴി നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ജോഷോ 1:9 പറയണത്, വേറെവർ യു ഗോ ഐ ആം വിത്ത് യു. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഞാൻ ഉണ്ടാകാത്തൊരു സാഹചര്യം, പ്രസൻസ് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും, അച്ഛനിടയ്ക്ക് പറയും. എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കരാണെങ്കിൽ 10 പ്രാവശ്യം 2 ആഴ്ചയിൽ കുടുംബ കുമ്പസാരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റ് കത്തോലിക്കരല്ലാത്തവരോട് നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈടറിവോ, നിങ്ങളുടെ ഇപ്പം തന്നെ അതുലിൻ്റെ പ്രശ്നം എന്താണ്? അതുലിനെ ബാങ്കിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തില്ലേ അവൻ? ബാങ്ക് മാനേജർ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സിവിൽ പോയിൻറ്റ്സ് കുറവാണ്, അതുകൊണ്ട് ഇത് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞു വിട്ടില്ലേ? അപ്പോഴെന്താ അതുൽ ചെയ്യണത്? ഉടമ്പടി അപ്പം എൻ്റെ 90 ദിവസമായി, ഓണയുടെ ഉടമ്പടി 90 ദിവസമായി. അതുകൊണ്ട് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തെന്ന്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് എല്ലാം അങ്ങോട്ട് മാറുകയും, ഇപ്പം പറയണത് എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ചുമ്മാ പണം എനിക്ക് തരാൻ തുടങ്ങിയെന്ന്. അടുപ്പക്കാരും അടുപ്പമല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് തിരക്കി വന്ന് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് 7.5 ലക്ഷം രൂപ വേണമായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് അറിയാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് മാതാവ് പണം തന്നെന്നാണ്. അതായത് നിങ്ങൾക്കറിയണം, ഇത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു പണം ഇങ്ങനെ അടിച്ചു മാറുന്ന സുവിശേഷമല്ലേ ഇത്. മറിച്ചെന്ന് പറയുന്നത് അവൻ്റെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അവൻ പറയുകയാണ്. അല്ലാതെ നിങ്ങളത് ആവശ്യമില്ലാത്തൊരു മെക്കാനിസത്തിനകത്ത് പ്രതീക്ഷിക്കരുത്. മറിച്ച് നിങ്ങളെ നിലനിർത്തി തരും. ആ 7.5 ലക്ഷമാണ് വേണ്ടത് അവന്, അല്ലെങ്കിൽ അവൻ ഔട്ടായി പോകും. അപ്പോൾ ദൈവം ആ സീറ്റ് അവന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കണ്ടീഷൻ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അത്രയും പണം അവന് കൊടുത്തു. പിന്നീട് പതുക്കെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യണ കാണാം അതിമനോഹരമായ രീതിയിൽ. അതുകൊണ്ടാണ് അവൻ ആദ്യം പറയുന്നുണ്ട്, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസമാണ്. പിന്നെ എനിക്കുള്ളത് എന്താണ്? ഉടമ്പടിയിലൂടെ പിന്നെ ഉള്ളത് അവൻ്റെ അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാം. എന്താണ്? നമ്മുടെ ഗ്രേസ് ലെവല്, നമ്മുടെ മെറിറ്റ് 35% ആണെങ്കിലും നിങ്ങൾക്ക് എൻഗ്രേസ് ചെയ്ത് 65% ഫില്ല് ചെയ്യാനുള്ള
എല്ലാവിധ നടപടിക്രമങ്ങളും ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല. ഞാനാണ് കൗണ്ടറിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്ന 70% ആൾക്കാരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് 25 വർഷമായിട്ട് ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഡിസംബർ 23-ാം തീയതി പള്ളി വക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെതിലെയൊക്കെ പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പള്ളി വകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അന്വേഷണമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടാക്കി മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് വീണ്ടും പള്ളിവക ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത്. 18-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. ഡിസംബർ 23-ാം തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും ഫെബ്രുവരി 18-ാം തീയതി ഞങ്ങൾക്ക് കയറിത്താമസം നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മൈഗ്രെയിൻ തലവേദന, കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു. ഒരു ശകലം വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്കം വിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ 10 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത്. എൻ്റെ 4ാമത്തെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ്. അത് തലവേദന വന്നാൽ എൻ്റെ ഞരമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും. ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ടും വന്നായിരുന്നു. കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജപമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്, എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന്. ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം. അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തുമില്ല. അത് കഴിഞ്ഞ് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും, ക്ഷീണമായിരിക്കുമല്ലോ, കെട്ടിയം വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു. പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ്. അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങിയിരിക്കുക, കണ്ണൊക്കെ ചുമന്ന്. അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ വെരിക്കോസിന് പ്രശ്നമുള്ളതാണ്. കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും, ഞരമ്പ് വല്ലാതെ ഉരുണ്ട് തടിച്ച് വീർത്ത് വരും. എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട്. ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല. അതുപോലെ എൻ്റെ കാലിനൊരു വേദനയില്ലാതെ മാതാവിനെ എടുത്ത് പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന്. വെരിക്കോസ് എൻ്റെ 2ാമത്തെ മകളെ ഗർഭിണിയായപ്പം മുതലുള്ളതാണ്. അവൾക്കിപ്പോൾ 18 വയസ്സായി. 18 വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു. പിന്നെ എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിനകത്ത് 4-5 വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുള്ള ഓരോ ഇതല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. മാതാവിന് വേറെ പണിയൊന്നുമില്ല, ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഞാൻ ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു, ഓരോ ആതിരാലയങ്ങളൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തപ്പി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നതും മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്ന് നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ
സാക്ഷ്യങ്ങൾ കേൾക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ജപമാല ഈ സമ്പൂർണ്ണ ജപമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജപമാല റാലി ഒരാഴ്ചയോളം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഒരു ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല. നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ളൊരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരും ഇത്രയും വെളുപ്പിനെ വന്ന് ഇവിടെ വിളിക്കാൻ, അങ്ങനെ അയലോക്കത്തൊന്നും ആരും വന്ന് വിളിക്കാനൊന്നും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെ വിളിക്കുന്നത്, പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നെ ഇങ്ങനെ വെളുപ്പിനെ ആരോ വന്ന് വിളിച്ചു. അപ്പോഴേ ചേച്ചി പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ മാതാവാണ് വിളിച്ചത്, നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. നീ പോകണം, പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തതും.